ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് പതിവ് പോലെ തന്നെ കുളിച്ച് റെഡിയായി കഫേയിലേക്ക് പോകാൻ ഇറങ്ങി. ആന്റണിയൊക്കെ ഇപ്പോഴുണ്ടോ? അതിന് തുണിവെള്ളം ഉണക്കാൻ ഇടുന്നതാണോ? എന്തേലും അവിടെ. ഇന്ന് നടന്നാണ് വന്നത്. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. അണ്ണൻ നേരെ ഒന്ന് പണി തുടങ്ങി. ഇന്നലെ വരച്ച കേക്കിന് കളർ അടിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഭിത്തിയുടെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് കളർ അടിക്കാൻ പറ്റില്ല. ആദ്യം വൈറ്റ് വെച്ചൊരു ബേസ് കോട്ട് അടിക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള കളറെല്ലാം എടുത്തറിയുള്ളൂ. ഇന്നലെ ബ്ലാക്ക് സ്റ്റെയിനർ വാങ്ങിയായിരുന്നു. ആ സ്റ്റെയിനർ എടുത്ത് നേരെ വൃത്തികെട്ട ബ്ലാക്കിലേക്ക് ഒഴിച്ച് കലക്കിയെടുത്തപ്പോൾ സംഭവം നല്ല പക്കയായി. അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. രാപ്പകൽ വ്യത്യാസമുണ്ട്. അത് വെച്ചൊന്ന് വരച്ച് നോക്കി. പക്ഷെ എന്റെ മോനെ കിടിലം. ഒറ്റ കോട്ട് അടിച്ചപ്പോൾ സംഭവം അടിപൊളിയായിട്ട് ഫിനിഷായി. ഇനി പണി എളുപ്പമാണ്. ബർഗർ വരച്ചു, ഗൈറോ റോൾ വരച്ചു, എന്നിട്ട് കോഫി വരക്കാൻ തുടങ്ങി. ഇത് വെറും കോഫിയല്ല, 3D ആർട്ട് കോഫി. ഇത് നമ്മുടെ സാമച്ചാൻ്റെ ആയിട്ടാണ്. ആൻഡ് യു നോ വൺ തിങ്, കേരളത്തിൽ 3D കോഫി കിട്ടുന്ന ഏക കട അത് നമ്മുടെ ടാഞ്ചറിനാണ്. ഉച്ചയായപ്പോൾ സാമച്ചാനും സാഗറുമായിട്ട് കോഫി കുടിക്കാൻ ഇറങ്ങി. ഈ കടയുടെ എസ്തെറ്റിക്സ് നോക്ക്. അങ്ങനെ കോഫിയും കുടിച്ച് തിരിച്ചു വന്നിട്ട് 3D കോഫി വരച്ചു. ആഫ്റ്റർ ദാറ്റ് കേക്കിന് കളർ അടിക്കാൻ തുടങ്ങി. റോസ് അടിച്ചാണ് തുടക്കം. അപ്പോൾ നമ്മുടെ മച്ചാൻ വിളിച്ചു, വാ എക്സ്പ്രസ് അടിച്ച് പവർ ആവാന്ന് പറഞ്ഞിട്ട്. ഇതുണ്ടാക്കുന്ന പ്രോസസ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. സംഭവം കൈ കിട്ടി. സിംഗിൾ ഷോട്ടേ അടിച്ചുള്ളൂ. അതും കുടിച്ച് അവിടെ കാരണം കാർഡ്ബോർഡും പ്ലാസ്റ്റിക് ഷീറ്റും എടുത്തിട്ട് ഒരു പാലറ്റ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കുറച്ച് നേരം റോസ് അടിച്ചു കഴിഞ്ഞു. ഇനി ഓറഞ്ച്. അത് അടിച്ച് വൈകിട്ടായപ്പോൾ റൂമിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോഴാണ് പ്ലെയിൻ പോയതിന്റെ പുക ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടിട്ട് സലിംകുമാർ CID മൂസയിലും പ്ലെയിൻ പറത്തിയ പോലെ പറത്തിയാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു എന്റർടൈൻമെന്റ്. അണ്ണൻ റൂമിലെത്തി കുളിച്ച് ഫ്രഷ് ആയി റെസ്റ്റ് എടുത്ത് കുറെ കടകൾ കയറി ഇറങ്ങിയ അവസാനം ഒരു കടയിൽ നാക്കിലേക്ക് കിട്ടി. സ്ട്രോബെറിക്ക് അടിക്കാൻ റെഡും അതിന്റെ ഇലക്ക് അടിക്കാൻ ഗ്രീനും വാങ്ങി. എന്നിട്ട് കഫേയുടെ അടുത്ത് നിന്ന് കോഫിയും കുടിച്ചിരിക്കുമ്പോഴാണ് അണ്ണൻ അത് ശ്രദ്ധിച്ചത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വരച്ച കേക്ക് വളരെ കൃത്യമായിട്ട് കാണാം. ഒരു സ്പോട്ട് ലൈറ്റ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലപോലെ കാണാം. കോഫിയും കുടിച്ച് വന്നിട്ട് നമ്മുടെ പണി തുടർന്നു. തീ പോലെ 3 ബെറി വരച്ചു. അതിൽ 2 ഇലയും കൊടുത്തു. എന്നിട്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈനും കൂടി കൊടുത്തപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞു. അടുത്തതിന് ബ്ലാക്ക് അടിക്കാതെ വിട്ട പടങ്ങൾക്ക് ബ്ലാക്ക് അടിക്കലാണ്. സ്റ്റെപ്പിൽ ഏണി വെക്കാൻ വേണ്ടി റോട്ടിലൊക്കെ പോയി തപ്പിപ്പറിക്ക് 2 കല്ലെടുത്തോണ്ട് വന്നു. എന്നിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് ഏണി ഒന്ന് സ്റ്റേബിൾ ആക്കി വെച്ചു. സമയം 11:30 പിന്നിട്ടിരിക്കുന്നു. കഫേ പൂട്ടി എല്ലാവരും റൂമിലേക്ക് പോയി. അണ്ണനിവിടെ എലോണാണ്. അങ്ങനെ നട്ടപ്പതിരാത്രി 1 മണിയായപ്പോൾ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പെയിന്റ് അടിച്ചു. പരിപാടികൾ ഏകദേശം ഒതുങ്ങി. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് റൂമിലേക്ക് എത്തി നേരെ കിടന്നുറങ്ങി. ബാക്കി നാളെ അപ്പോൾ ബൈ.